നമ്മളിൽ പലരും വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നവരാണ്. ലിസ്റ്റിൽ പേര് വന്ന ഉടൻ തന്നെ നമ്മൾ ജോലി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഒഴിവുകൾ ഉണ്ടായിട്ടും സർക്കാർ നിയമനം നടത്തുന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്തു ചെയ്യാൻ കഴിയും? PSC ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുന്നത് ഒരു അവകാശമാണോ? സുപ്രീം കോടതിയുടെ ചരിത്രപ്രധാനമായ വിധി എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ലെറ്റ്സ് വെൽക്കം ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ഫസ്റ്റ് തന്നെ പറയട്ടെ, PSC ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോലിക്ക് നിയമപരമായ അവകാശമില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിഷമായേക്കാം, പക്ഷെ ഇതാണ് നിയമം. 1991 ശങ്കർസൺ ദാസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് കോടതി പറയുന്നത്. ലിസ്റ്റിൽ പേര് വന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഇൻഡിഫിസിബിൾ റൈറ്റ് അഥവാ നിഷേധിക്കാനാവാത്ത അവകാശം ലഭിക്കുന്നില്ല. ഒഴിവുകൾ ഉണ്ടെങ്കിലും അവ നികത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാരിന്റെ ഭരണപരമായ തീരുമാനമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടെങ്കിൽ ഒഴിവുകൾ നികത്താതെ മാറ്റിവെക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ ഈ തീരുമാനം വ്യക്തമായ കാരണങ്ങളില്ലാതെ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാൻ മാത്രമാണെങ്കിൽ കോടതിക്ക് ഇടപെടാം. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒഴിവുകൾ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ലിസ്റ്റിന്റെ കാലാവധി ശ്രദ്ധിക്കുക. റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള സമയത്ത് മാത്രമാണ് നിയമനത്തിന് സാധ്യതയുള്ളൂ. അതിന്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ കോടതി പോലും ഇടപെടാറില്ല. അർഹരായവരെ ഒഴിവാക്കി ലിസ്റ്റിൽ പിന്നിലുള്ളവർക്ക് ജോലി നൽകുകയോ മറ്റോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് എന്നത് ജോലിയിലേക്കുള്ളൊരു വഴി മാത്രമാണ്, ജോലി ഉറപ്പല്ല. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.